Hi friends, I am Dr. Rajendran, CMO Deepam Hospital. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സിസേറിയനെ പറ്റി നമുക്ക് അറിയേണ്ടത് എല്ലാം ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സിസേറിയൻ എന്ന് വെച്ചാൽ അതിൻ്റെ ഡെഫിനിഷൻ ഡെലിവറി ഓഫ് എ വയബിൾ ഫീറ്റസ് through an incision over abdomen and uterus. അബ്ഡോമിൻ്റെയും യൂട്രസിലുള്ള ഇൻസെഷനിൽ കൂടെ ഉള്ള കുട്ടിയുടെ ജനനം, ഇതിനാണ് സിസേറിയൻ എന്ന് പറയുന്നത്. ഈ സിസേറിയനെ പറ്റി ഒരു കഥയുണ്ട്. ഈ അബ്ഡോമിനൽ ഓപ്പറേഷന് സിസേറിയൻ എന്ന് പേര് വീഴാനുള്ള ഒരു കഥയുണ്ട്. ഈ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം ഈ അബ്ഡോമൻ തുറന്നുള്ള ഒരു ഓപ്പറേഷനിൽ കൂടെ ആയിരുന്നു എന്നാണ് ഒരു കഥ. ഇത് ശരിക്കും ഒരു കഥയാകാനാണ് സാധ്യത. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അമ്മ പിന്നെ കുറേ നാളുകൾ ജീവിച്ചിരുന്നു എന്ന് ചരിത്രം. അങ്ങനെ ഒരു ചരിത്രം വരാൻ സാധ്യതയില്ല. എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വയറ് തുറന്നുള്ള ഓപ്പറേഷനിലെ മിക്കവാറുമൊക്കെ മരണം ഉറപ്പായിരുന്നു. ഈ മരണസംഖ്യ കുറഞ്ഞു തുടങ്ങിയത് തന്നെ 17-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയാണ്. അപ്പോൾ ഇതൊരു കഥയാകാനാണ് കൂടുതലും സാധ്യത. എങ്കിലും നമുക്കങ്ങനെ വിശ്വസിക്കാം സിസേറിയൻ എന്ന് പേര് വരാൻ കാര്യം ഈ സീസറുമായിട്ടുള്ള ബന്ധം വെച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ റേറ്റ് WHO കണക്കനുസരിച്ച് 10 മുതൽ 15% വരെ സിസേറിനാകാം. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് 40%-നും 50%-നും മുകളിലാണ്. സാധാരണ നടക്കുന്ന ജനനത്തിൽ 40% മുതൽ 50% വരെയൊക്കെ ഇപ്പോൾ സിസേറിയനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സിസേറിയൻ കൂടാനുള്ള കാരണം ഒന്ന്, ഈ സിസേറിയൻ്റെ ഒരു ഇൻഡിക്കേഷൻ പ്രീവിയസ് സെക്ഷൻ. ഇതിനു മുമ്പത്തത് സിസേറിനായിരുന്നെങ്കിൽ രണ്ടാമത്തതും മൂന്നാമത്തതും എല്ലാം സിസേറിനായിരിക്കും എന്നുള്ളൊരു ഇൻഡിക്കേഷനുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ഒരാവശ്യമുള്ള കാര്യമല്ല, ചിലത് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൻ്റെ ഇൻഡിക്കേഷൻ എന്തായിരുന്നു അത് വെച്ചിട്ട് വേണം സെക്കൻഡ് കേസും സിസേറിയൻ പോസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ അതല്ല. ഇത് സിസേറിയൻ ഫസ്റ്റ് സിസേറിയൻ ആയിരുന്നെങ്കിൽ അടുത്തതും സിസേറിയന് പോസ്റ്റ് ചെയ്യും. അപ്പോൾ സിസേറിയൻ്റെ എണ്ണം കൂടാൻ ഒരു സാധ്യത അതാണ്. പിന്നെ ഈ വജൈനൽ ഡെലിവറിയിൽ ഈ പണ്ട് ചില ഇൻസ്ട്രുമെൻസൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഫോഴ്സെപ്സ്, വാക്വം, ഇതിൻ്റെയൊക്കെ ഉപയോഗം ഇപ്പോൾ വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും സിസേറിയൻ്റെ എണ്ണം കൂടാനുള്ള ഒരു കാരണമായിട്ട്. അതുപോലെ തന്നെ ഈ ബ്രീച്ച്, നേരത്തെ ബ്രീച്ചൊക്കെ ഒരു വജൈനൽ ഡെലിവറിക്ക് വെക്കുമായിരുന്നു. ഇപ്പോൾ ബ്രീച്ച് കൂടുതലും സിസേറിയനിൽ ഒട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. പിന്നെ ഇപ്പോഴ് ഈ ഇൻട്രാപാർട്ടം എന്ന് പറഞ്ഞാൽ പ്രസവം നടക്കുന്നതിൻ്റെ ഇടയ്ക്കുള്ള കുട്ടിക്കുണ്ടാകുന്ന ശ്വാസം മുട്ടലുകൾ, ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് CTG എന്നൊക്കെ പറഞ്ഞുള്ള CTG മോണിറ്ററിങ്. അപ്പോൾ ഇതൊക്കെ വന്നതോടുകൂടി കൂടുതൽ ഇൻട്രാപാർട്ടം ഫീറ്റൽ ഡിസ്ട്രസ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും ഉടനെ തന്നെ സിസേറിയനിലോട്ട് പോസ്റ്റ് ചെയ്യും. പിന്നെ ഈ IVF, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എൻ്റെ നമ്പറുകൾ ഈ കാലങ്ങളിൽ കൂടി വരുന്നു. അപ്പോൾ അതും സിസേറിയൻ്റെ എണ്ണം കൂടാനായിട്ട് ഒരു കാരണമാണ്. അതുപോലെ തന്നെ അമ്മക്കും കുട്ടിക്കും ഉള്ള റിസ്കുകൾ കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നു. ഇതും സിസേറിയൻ്റെ എണ്ണം കൂടാനായിട്ട് കാരണമാണ്. പിന്നെ ഏറ്റവും പ്രധാന ഘടകമെന്ന് പറയുന്നത് സിസേറിയൻ ഓൺ ഡിമാൻഡ്. ഡോക്ടറെ എനിക്ക് സിസേറിയൻ മതി, പിന്നെ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ നിർബന്ധിക്കും. കുറച്ച് നേരമൊക്കെ പെയിൻ അനുഭവിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ബന്ധുക്കൾ ഡോക്ടറെ സമീപിച്ചിട്ട് ഇങ്ങനെ നിർബന്ധിക്കും, ഡോക്ടറെ സിസേറിയൻ ആയിക്കോട്ടെ. അപ്പോൾ പണ്ടത്തേനേക്കാളും ഇത് വളരെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇതും ഒരു സിസേറിയൻ്റെ എണ്ണം കൂടാനായിട്ട്
കാരണമായിട്ടുണ്ട്. ഇനി ഇൻഡിക്കേഷൻസ് ഓഫ് സിസേറിയൻ. ഇപ്പോൾ സിസേറിയന് എന്തൊക്കെ കാരണത്താലാണ് സിസേറിയൻ പോസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇൻഡിക്കേഷൻസ്. അപ്പോൾ ഒന്ന് പ്രീവിയസ് സെക്ഷൻ, ഇതിനു മുമ്പത്തത് സിസേറിയൻ ആയിരുന്നു എങ്കിൽ അടുത്തതും സിസേറിയന് പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറിയുടെ ഇൻഡിക്കേഷൻ എന്തായിരുന്നു അത് വെച്ചിട്ട് വേണം സെക്കൻഡ് കേസ് നമ്മൾ സിസേറിയൻ വേണോ വേണ്ടെന്ന് തീരുമാനിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് കേസിൽ അവിടുത്തെ ഇൻഡിക്കേഷൻ ഇപ്പോൾ അമ്മയുടെ പെൽവിസ് വളരെ നാരോ, കുട്ടിയുടെ തല അതിൽ കൂടെ കടന്നു പോരുന്നില്ല, അങ്ങനെ ഒരു കണ്ടീഷൻ. അതിന് CPD എന്ന് പറയും, സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ. അപ്പോൾ ഈ CPD ആയിരുന്നു ഫസ്റ്റ് കേസിൽ ഇൻഡിക്കേഷൻ എങ്കിൽ സെക്കൻഡ് കേസിലും CPD തന്നെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഫസ്റ്റ് കേസിൽ അവിടെ വന്ന ഇൻഡിക്കേഷൻ ഫീറ്റൽ ഡിസ്ട്രെസ് ആണെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു കുട്ടിക്ക് പ്രസവത്തിന് മുമ്പ് ഉള്ളിൽ കിടന്ന് തന്നെ ശ്വാസം മുട്ടൽ അനുഭവിക്കും. അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഈ കുട്ടി ഡെലിവറി ആകണതിന് മുമ്പ് അതിൻ്റെ അമ്പലൈക്കൽ കോഡ് എന്ന് പറഞ്ഞാൽ പൊക്കിൾ കൊടി പ്രൊലാപ്സി. അപ്പോൾ അത് അമ്മയുടെ പെൽവിസും കുട്ടിയുടെ തലയായിട്ട് ഞെരുങ്ങി കുട്ടിക്ക് ശ്വാസം മുട്ടൽ വരും. അല്ലെങ്കിൽ കുട്ടിയുടെ ഈ അമ്പലൈക്കൽ കോഡ് തന്നെ കുട്ടിയുടെ കഴുത്തിൽ പല പ്രാവശ്യം ചുറ്റി അവിടെ കുട്ടിക്ക് വേണേൽ ശ്വാസം മുട്ടൽ വരും. ഇതുപോലുള്ള ഒരു കേസ് ചിലപ്പോൾ രണ്ടാമത് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് കേസിൽ ഇൻഡിക്കേഷൻ ഈ ഫീറ്റൽ ഡിസ്ട്രെസ് ആയിരുന്നു, പക്ഷേ സെക്കൻഡ് കേസിൽ ഇത് വരണമെന്നില്ല. അപ്പോൾ സെക്കൻഡ് കേസിൽ വേണേൽ ഇത് ട്രയൽ ലേബറിന് വെക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അടുത്ത ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോഷ്യ ഓഫ് ലേബർ. ഒരു പ്രസവത്തിൽ 3 Pകളാണ്. 1 പ്രഷർ, 2 പാസേജ്, 3 പാസഞ്ചർ. അപ്പോൾ ഈ പ്രഷർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രസവത്തിനുള്ള പ്രഷർ എന്ന് പറയുന്നത് യൂട്രൈൻ കൺട്രാക്ഷൻ. പ്രസവവേദന തുടങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ ഗർഭപാത്രം കൺട്രാക്റ്റ് ചെയ്യും. ഓരോ വേദന വരുമ്പോഴും കൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഓരോ കൺട്രാക്ഷനിലും കുട്ടിയുടെ തല പതുക്കെ താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെ ഈ യൂട്രസിനെ സഹായിക്കുന്നത് അബ്ഡോമിനൽ മസിൽസും ഡയഫ്രോം ഒക്കെ കൂടെ അതിനെ സഹായിക്കും. അപ്പോൾ ഇതാണ് പ്രസവത്തിൻ്റെ അകത്തുള്ള ഈ പ്രഷർ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് പാസേജ്. പാസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൽവിസാണ്, അമ്മയുടെ പെൽവിസിൽ കൂടെയാണ് കുട്ടിയുടെ തല കടന്നുകൂടി പോകേണ്ടത്. പിന്നെ മൂന്നാമത്തത് പാസഞ്ചർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യാത്രക്കാരെന്ന് പറയുന്നത് ഈ ബേബിയാണ്. അപ്പോൾ ഈ 3-ൽ ഏതിനെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പ്രസവം സിസേറിയനിലോട്ട് മാറ്റേണ്ടി വരും. പിന്നെ അടുത്ത ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് CPD, സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ. ഇപ്പോൾ സാധാരണ ഒരു സ്ത്രീയുടെ പെൽവിസ് എന്ന് പറഞ്ഞാൽ വൈഡ് പെൽവിസ് ആയിരിക്കും, അതിന് ഗൈനക്കോയിഡ് പെൽവിസ് എന്ന് പറയും. അതേ സമയത്ത് ആണിൻ്റെ പെൽവിസ് എന്ന് പറയുന്നത് കുറേ നാരോ ആയിരിക്കും, അതിന് ആൻഡ്രോയിഡ് പെൽവിസ് എന്ന് പറയും. അപ്പോൾ ഈ ചില സ്ത്രീകൾക്ക് നിർഭാഗ്യവശാൽ ഈ പെൽവിസ് ആൻഡ്രോയിഡ് പെൽവിസ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആണുങ്ങളുടെ ടൈപ്പ് പെൽവിസ് ആയിരിക്കും, വളരെ ഇടുങ്ങിയ പെൽവിസ്. അപ്പോൾ ഇവരെ നമ്മൾ PV ചെയ്തൊന്നും പരിശോധിക്കേണ്ട കാര്യമില്ല. ഇവരെ നമ്മൾ പുറകിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവരുടെ ഈ ഷോൾഡർ വളരെ വീതി കൂടിയും ഇവരുടെ ഇടുപ്പ് വളരെ നാരോയുമായിരിക്കും. അപ്പോൾ അവരെ കാണുമ്പോൾ തന്നെ അറിയാം, നമുക്ക് അത് PV ചെയ്യാതെ തന്നെ അറിയാൻ പറ്റും. അത് മിക്കവാറും ഡെലിവറി നടക്കത്തില്ല, ഒരു സിസേറിയൻ പോസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ നമുക്ക് നേരത്തെ തന്നെ ഊഹിക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ത്രീക്ക് ആൻഡ്രോയിഡ് പെൽവിസ് ആണെങ്കിൽ ഈ നാരോ പെൽവിസിൽ കൂടെ കുട്ടിയുടെ കുറച്ചുകൂടെ വലിയ തല കടന്നു പോരാനായിട്ട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇതിനാണ് CPD, സെഫാലോ പെൽവിക് ഡിസ്പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ട്യൂമർ കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മുഴ ഈ പാസേജിൽ എവിടെയെങ്കിലും, പെൽവിസിൻ്റെ ആ പാസേജിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടിയുടെ നോർമൽ പ്രസവം നടക്കത്തില്ല.
അപ്പോൾ അവിടെയും സിസേറിയൻ പോസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ കുട്ടിയുടെ കിടപ്പ്. യഥാർത്ഥത്തിൽ കുട്ടിയുടെ കിടപ്പ് എന്ന് പറയുന്നത് തല താഴെയും, യൂട്രസിൽ കിടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്, തല താഴെയും ബ്രീച്ച് അതിൻ്റെ ചന്തി ഭാഗം മുകളിലുമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നോർമൽ ഡെലിവറിക്കുള്ളൊരു പൊസിഷനാണ്. വേറൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ തല മുകളിലും ചന്തി ഭാഗം താഴെ. ഇതും ചിലപ്പോഴും നോർമൽ ഡെലിവറി നടക്കാം. പക്ഷേ ഈ രണ്ടാമത് പറഞ്ഞതിന് ബ്രീച്ച് എന്നാണ് പറയുന്നത്. ഈ ബ്രീച്ചിന് തന്നെ വേറെ ചില അബ്നോർമൽ പ്രസൻറ്റേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടി ചിലപ്പോൾ ഈ യൂട്രസിൻ്റെ അകത്ത് ഇങ്ങനെ വട്ടം കിടക്കും. അപ്പോൾ ഇതൊന്നും നോർമൽ ഡെലിവറി നടക്കാത്ത കണ്ടീഷനുകളാണ്. അപ്പോൾ അവിടെയും സിസേറിയൻ വേണ്ടി വരും. പിന്നെ ഈ ഓരോ പ്രസവ വേദന വരുമ്പോഴും യൂട്രസ് ശരിക്ക് കൺട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അടുത്ത ഇൻഡിക്കേഷനെ പറ്റി പറയാം. അപ്പോൾ ഈ വളരെ തിൻ യൂട്രസ് ഉള്ള ചില സ്ത്രീകളുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഈ ഓരോ കൺട്രാക്ഷൻ്റെ ഇടയ്ക്കും ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന് റപ്ചർ യൂട്രസ് എന്ന് പറയും. അപ്പോൾ ഇതും ഒരു സിസേറിയൻ്റെ ഇൻഡിക്കേഷനാണ്. അടുത്ത ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഫെയില്യുവർ ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയും. അപ്പോൾ നമ്മളുടെ ഒരു സ്ത്രീക്ക് അവരുടെ അവസാനത്തെ മാസമുറ വന്ന ആ ദിവസം അറിയാമെങ്കിൽ നമുക്കതിൻ്റെ എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്നാണ് ഇവരുടെ പ്രസവം നടക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതിനൊരു കാൽക്കുലേഷനുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പോൾ സ്കാൻ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി EDD അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് കൺഫൈൻമെൻറ്റ് EDC. അപ്പോൾ ഈ EDCയിൽ അല്ലെങ്കിൽ EDDയിൽ പ്രസവം നടക്കുന്നില്ല. ചിലപ്പോൾ 2 ദിവസം, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാലും പ്രസവം നടന്നില്ല എന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇൻഡ്യൂസ് ചെയ്യും. ഈ ലേബർ പെയിൻ വരാനായിട്ട് മരുന്നുകൾ ഇടും. അപ്പോൾ ഈ മരുന്നുകൾ ഇട്ട് കഴിഞ്ഞിട്ടും പെയിൻ വരുന്നില്ല. ആ കണ്ടീഷനാണ് നമ്മൾ ഫെയില്യുവർ ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു സിസേറിയനിലോട്ട് പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്തത് ഫീറ്റൽ ഡിസ്ട്രസ്. അടുത്ത ഇൻഡിക്കേഷൻ ഫീറ്റൽ ഡിസ്ട്രസ്. ഇപ്പോൾ കുട്ടിക്ക് പ്രസവം നടന്നില്ല, അതിനു മുമ്പ് തന്നെ വയറിൻ്റെ ഈ യൂട്രസിൻ്റെ അകത്ത് വെച്ച് തന്നെ കുട്ടിക്ക് ശ്വാസം മുട്ടൽ അപ്പോൾ അനുഭവപ്പെടുന്നു. ഇതൊക്കെ കണ്ടുപിടിക്കാൻ പല മാർഗങ്ങളുണ്ട്. ഏറ്റവും നിസ്സാര മാർഗം എന്ന് പറയുന്നത് കുട്ടിയുടെ FH ഇടക്കിടക്ക് നോക്കിക്കൊണ്ടിരിക്കുക. FH എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ഹാർട്ട് റേറ്റ്. പിന്നെ CTG എന്ന് പറഞ്ഞാൽ വലിയ CTG മോണിറ്ററിങ് എന്ന് പറഞ്ഞുള്ളൊരു സംഭവമുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഫീറ്റൽ ഡിസ്ട്രസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ നമ്മുടെ FH നോക്കുകയാണെങ്കിൽ FH തീരെ താഴെ പോവുകയാണെങ്കിൽ, സാധാരണ ഒരു 132-ലൊക്കെയാണ് കുട്ടികളുടെ FH നിൽക്കുന്നത്. അത് അതിനേക്കാൾ വളരെ കൂടിപ്പോവുക അല്ലെങ്കിൽ തീരെ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ കുട്ടിക്ക് ശ്വാസം മുട്ടലുണ്ടെന്നുള്ളതാണ് ഫീറ്റൽ ഡിസ്ട്രസ് എന്ന് പറയും. അപ്പോൾ ഇതും ഒരു സിസേറിയനിലോട്ട് പോകാനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇനി ഈ ഫീറ്റൽ കാസ് എന്നാണ് സിവിയർ IUGR, ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. ഇതാണ് IUGR എന്ന് പറയുന്നത്, തീരെ കുഞ്ഞ് ബേബി. അപ്പോൾ അത് ചിലപ്പോൾ സിസേറിയനിലോട്ട് പോകാം. അടുത്ത ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് ഈ ആൻറ്റിപാർട്ടം ഹെമറേജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പ്രസവത്തിന് മുമ്പ് ഭയങ്കര ബ്ലീഡിങ് വരുന്ന കണ്ടീഷൻ. ഇതിൻ്റെ ഏറ്റവും കോമൺ കണ്ടീഷൻ എന്ന് പറയുന്നത് പ്ലാസൻ്റ പ്രീവിയം എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്ലാസൻ്റ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ അപ്പർ സെഗ്മെൻറ്റിലാണ്. പക്ഷേ ചില കണ്ടീഷനിൽ ഇത് ലോവർ സെഗ്മെൻറ്റിൽ വരും. അതിനെയാണ് പ്ലാസൻ്റ പ്രീവിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാസൻ്റ പ്രീവിയ വന്നു കഴിഞ്ഞാൽ കുട്ടി ഡെലിവറി ആകണതിന് മുമ്പ് ചിലപ്പോൾ പ്ലാസൻ്റ സെപ്പറേറ്റ് ചെയ്ത് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അവിടെയൊക്കെ സിവിയർ ബ്ലീഡിങ് വരും, കുട്ടി അകത്തിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനുകളിൽ സിസേറിയൻ പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി അമ്മയുടെ ചില കാര്യങ്ങൾ ഇൻഡിക്കേഷൻ. ഒന്ന് എൽഡർലി പ്രൈമി. ഒരു പ്രൈമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ഗർഭം, അതിനാണ് പ്രൈമി എന്ന് പറയുന്നത്. എൽഡർലി പ്രൈമി ഒരു 35 വയസ്സ് 40 വയസ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് പ്രസവത്തിന് വരുന്ന അവരെ ആദ്യത്തെ പ്രസവമാണ്. അത് ഈ പ്രായം കഴിഞ്ഞ്
വരുമ്പോൾ അതിനെ എൽഡർലി പ്രൈമി എന്ന് പറയും. ഇത് ചിലപ്പോൾ സിസേറിയനിലോട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ പ്രഗ്നൻസി ഫോളോയിങ് IVF ഇൻവെട്രോ ഫെർട്ടിലൈസേഷനിനകത്ത് കൂടെയൊക്കെയുള്ള ഗർഭധാരണം, അപ്പോൾ ഇതിൽ ചിലപ്പോൾ സിസേറിയനിലോട്ട് പോകേണ്ടി വരും. ഇനി ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി, അപ്പോൾ ഇവരുടെ നേരത്തെയുള്ള പ്രസവത്തിൽ ഒരു നല്ല ഒരു ഹിസ്റ്ററി ഒന്നും അല്ല എങ്കിൽ അടുത്തതിൽ ചിലപ്പോൾ സിസേറിയനിലോട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി ഇവർക്ക് ഈ പെരിണിയത്തിൽ എന്തെങ്കിലുമൊക്കെ വലിയ ഓപ്പറേഷനുകളൊക്കെ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് സിസേറിയനിലോട്ട് പോസ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ സിസേറിയൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് HIV കോംപ്ലിക്കേറ്റിംഗ് പ്രഗ്നൻസി. പിന്നെ ഏറ്റവും വലിയൊരു ഇൻഡിക്കേഷൻ ഇന്നത്തെ കാലത്തുള്ളതാണ് സിസേറിയൻ ഓൺ ഡിമാൻഡ്. പേഷ്യൻ്റ് തന്നെ ഡിമാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് കുറച്ച് സമയമൊക്കെ വേദന അനുഭവിച്ച് കഴിഞ്ഞിട്ട് അവർ നിർബന്ധിച്ച് തുടങ്ങും, ഡോക്ടറെ നമുക്ക് സിസേറിയൻ ചെയ്തെടുക്കാം. ഇങ്ങനെ സിസേറിയൻ ഓൺ ഡിമാൻഡ്. അപ്പോൾ ഇതൊക്കെയാണ് സിസേറിയൻ്റെ ഇൻഡിക്കേഷൻസ്. ഏറ്റവും വലിയ ഇൻഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ പ്രീവിയസ് സെക്ഷൻ, പിന്നെ ഫീറ്റൽ ഡിസ്ട്രസ്, ഫെയില്യുവർ ഓഫ് ഇൻഡക്ഷൻ, ബ്രീച്ച് എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ ചന്തിയാണ് ആദ്യം പുറത്തു വരുന്നത്. പിന്നെ അടുത്ത ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ CPD ആണ്. പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്റ്റോഷ്യ ഓഫ് ലേബർ. പിന്നെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ സിസേറിയൻ ഓൺ ഡിമാൻഡ്. അപ്പോൾ ഞാനീ പറഞ്ഞതൊക്കെയാണ് സിസേറിയൻ്റെ ഇൻഡിക്കേഷൻസ്. ഇനി സിസേറിയന് നമ്മൾ ഏത് അനസ്തേഷ്യയാണ് കൊടുക്കുന്നത്? മയക്കം. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സ്പൈനൽ അനസ്തേഷ്യ, ചിലപ്പോൾ എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. ഇത് എല്ലാം നട്ടല് കഴിച്ചുള്ള അനസ്തേഷ്യകളാണ്. ചിലപ്പോൾ ഇത് ജനറൽ അനസ്തേഷ്യയിൽ ചെയ്യും, മൊത്തം മയക്കും. വളരെ വളരെ റെയറായിട്ട് ഈ ലോക്കൽ അനസ്തേഷ്യയിൽ ഇത് ചെയ്യാറുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ഇൻസിഷൻ സാധാരണ നേരത്തെ ചെയ്തിരുന്നത് വെർട്ടിക്കൽ ഇൻസിഷനാണ്. പൊക്കിളിന് താഴെയായിട്ട് ഒരു മിഡ് ലൈനിൽ നിന്ന് മാറി ഒരു ഇൻസിഷൻ ഇടും. അപ്പോൾ അത് ആണ് ആദ്യത്തെ പ്രസവത്തിലെങ്കിൽ സെക്കൻഡ് ഡെലിവറിയിലും അത് തന്നെ വരും. പക്ഷേ ഇപ്പോൾ സാധാരണ ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ഇൻസിഷനാണ്. അപ്പോൾ ഇതിന് വേറൊരു പേര് ഫാനൻ സ്റ്റീൽ ഇൻസിഷൻ. ഇനി ഈ സിസേറിയൻ്റെ കോംപ്ലിക്കേഷൻസിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ഓപ്പറേഷൻ്റെ ടൈമിലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞുള്ള കോംപ്ലിക്കേഷൻസ്, പിന്നെ അടുത്തത് മൂന്നാമത്തത് ലേറ്റ് കോംപ്ലിക്കേഷൻസ്. ഓപ്പറേഷൻ്റെ ടൈമിലുള്ള കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹെമറേജ്. ഈ സാധാരണ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിനാണേലും ഈ യൂട്രസ് കുട്ടിയെ പുറത്ത് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ അത് കൺട്രാക്ട് ചെയ്യണം. അത് കൺട്രാക്ട് ചെയ്യാതെ ഫ്ലാസിഡായിട്ട് ഇരിക്കുകയാണെങ്കിൽ ബ്ലീഡിങ് കൂടുതലായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ പല മരുന്നുകളും കൊടുക്കും. ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആ ബ്ലീഡിങ് നിർത്താനുള്ള മാർഗങ്ങളാണ്. പിന്നെ അടുത്ത ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഏതെങ്കിലും ഭാഗത്തിനൊക്കെ ഇഞ്ചുറി വരാം. ഉദാഹരണത്തിന് ബവൽ ഇഞ്ചറി, ഇവരുടെ കുടലിന് എവിടെയെങ്കിലും ഇഞ്ചറി വരാം. ചിലപ്പോൾ യൂറിറ്ററിന് ഇഞ്ചറി വരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ നിന്ന് മൂത്രം ബ്ലാഡറിൽ എത്തിക്കുന്ന ആ ട്യൂബിനാണ് യൂറിറ്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ ബ്ലാഡറിന് മൂത്രസഞ്ചിക്ക് ഇഞ്ചറി വരാം. അപ്പോൾ ഇതാണ് അമ്മയുടെ ശരീരഭാഗങ്ങൾക്ക് വരാവുന്ന ഇഞ്ചറികൾ. പിന്നെ കുട്ടിക്ക് ഇഞ്ചറി വരാം. ചിലപ്പോൾ ഈ മുറിക്കുന്ന സമയത്ത് കുട്ടിയുടെ ഏതെങ്കിലും മേത്തോ തലയിലോ എവിടെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇഞ്ചറി വരാം. പിന്നെ ഡിഫിക്കൽറ്റി ഇൻ ഡെലിവറിങ് ദ ഹെഡ് ഓഫ് ദി ബേബി. അപ്പോൾ അതിൻ്റെ തല ആ മുറിവിൽ കൂടെ പുറത്തോട്ട് തള്ളിയെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട്, അതൊരു കോംപ്ലിക്കേഷനാണ്. പിന്നെ അടുത്ത ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷനാണ്. അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിവിയർ ഹൈപ്പോടെൻഷൻ വരും. ഹൈപ്പോടെൻഷൻ എന്ന് പറഞ്ഞാൽ BP വളരെ ലോ ആകും.
റെയറായിട്ട് കാർഡിയാക് അറസ്റ്റ് വരാം. അപ്പോൾ ഇതാണ് അനസ്തേഷ്യയുടെ കോംപ്ലിക്കേഷൻസ്. ഇനി അടുത്തത് ഈ സിസേറിനൊക്കെ കഴിഞ്ഞുള്ള കോംപ്ലിക്കേഷൻസ്. പാരലൈറ്റിക് ഐലിയസ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടലിൻ്റെ അകത്തൊരു പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞൊരു മൂവ്മെൻ്റ് ഉണ്ട്. അത് താൽക്കാലികമായിട്ട് നിന്നു പോകും. പിന്നെ ഇൻഫെക്ഷൻ വരാം, റെസ്പിറേറ്ററി കോംപ്ലിക്കേഷൻസ് വരാം, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാം, പൾമണറി എംബോളിസം വരാം. ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ്. പിന്നെ ലേറ്റ് കോംപ്ലിക്കേഷൻസ്, സെക്കൻഡറി PPH എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. PPH എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പാർട്ടം, പ്രസവം കഴിഞ്ഞുള്ള ബ്ലീഡിങ്ങിനാണ് ഈ PPH എന്ന് പറയുന്നത്. ഈ ഇൻസിഷണൽ ഹെർണിയ, ഇപ്പോൾ അതിനു വേണ്ടി ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ മുറിവിൽ ചില ഹെർണിയകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ചില ഹെർണിയ ഡെവലപ്പ് ചെയ്യും. അതിനെ ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. പിന്നെ ഈ സ്കാർ റപ്ചർ ഡ്യൂറിങ് നെക്സ്റ്റ് ലേബർ. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ഈ പ്രസവത്തിന് സ്കാർ ഇട്ടിരിക്കുന്നത് ചിലപ്പോൾ അടുത്ത പ്രസവത്തിൽ അത് നോർമൽ ഡെലിവറിക്ക് വെക്കുകയാണെങ്കിൽ സ്കാർ റപ്ചർ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്കാർ എൻഡോമെട്രിയോസിസ്, വെസൈക്കോ വജൈനൽ ഫിസ്റ്റുല. വെസൈക്കോ വജൈനൽ എന്ന് പറഞ്ഞാൽ ബ്ലാഡറിൽ നിന്ന് വജൈനയുടെ അകത്തോട്ട് ചില ഫിസ്റ്റുല ഉണ്ടാകാനുള്ള, അപ്പോൾ മൂത്രം വജൈനയിൽ കൂടെ പോകും. അപ്പോൾ ഇതൊക്കെയാണ് സിസേറിയനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്നിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.